ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടുകാരുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം കൂട്ടുകാരുടെ പേര്, സ്കൂളിൻ്റെ പേര്, ഡിവിഷനൊക്കെ എഴുതാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തെറ്റാതെ എഴുതുക. തൊട്ടടുത്ത് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അടുത്ത നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ കൂട്ടുകാർ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് ഇങ്ങനെ ഒരു പ്രവർത്തനമായിരിക്കും. നിറം കൊടുക്കുക. ഒരു മനോഹരമായ ചിത്രം കൂട്ടുകാർക്ക് നൽകിയിരിക്കും. അതിന് നിറം കൊടുക്കാനായിരിക്കും ഒന്നാമത്തെ ചിത്രം. അപ്പോൾ കൂട്ടുകാർ അനുയോജ്യമായ നിറങ്ങൾ തന്നെ കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് നല്ലൊരു നിലവാരം ടീച്ചേഴ്സിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇതിന് മാർക്കൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത് നോക്കിയ പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. ജഗത് എല്ലാവരും ഒന്ന് കുടിക്കാൻ സഹായിക്കുക എന്ന് പറയുന്ന പാഠത്തിൽ വെറുതെ ഇരിക്കുക നല്ല കാര്യമല്ല, എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. ഏകോപനത്തോടെ ഞങ്ങൾക്ക് ഏതു കാര്യം ചെയ്യാനും ജീവിതത്തിൽ വിജയം നേടാനും സാധിക്കും എന്ന സന്ദേശമാണ് നൽകി വരുന്നത്. ഒരു കുടുംബം, ഒരു ക്ലാസ്, ഒരു സ്കൂൾ, ഒരു സമൂഹം എന്നിവയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പരസ്പരം സഹായിക്കണം. പ്രകൃതി നമുക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സംരക്ഷിക്കുക നമ്മുടെ കടമയാണ്. മാലിന്യം വലിച്ചെറിയാതെ വെള്ളവും വൈദ്യുതിയും സംരക്ഷിച്ച് ഉപയോഗിച്ച് നമ്മൾ നല്ല പൗരന്മാരായി മാറണം. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ലോകം സുന്ദരവും സമാധാനപരമായി മാറും. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാർ, ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് ഒരു വിവരണം നൽകിയിരിക്കും. അതിൽ നിന്ന് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പാഠത്തിൻ്റെ സന്ദേശം എന്ത്? ചോദ്യം നോക്കിയേ, പാഠത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും വേണം. ചോദ്യം, നാം ഏത് കാര്യത്തിൽ ഏകോപനത്തോടെ പ്രവർത്തിക്കണം? ഉത്തരം, സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും നന്മയ്ക്കായി ഏകോപനത്തോടെ പ്രവർത്തിക്കണം. മൂന്നാമത്തെ ചോദ്യം, വെറുതെ ഇരിക്കുക നല്ല കാര്യമല്ല എന്ന വാചകത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മടിക്കാതെ മുന്നോട്ട് ഇറങ്ങണം എന്നതാണ്. ചോദ്യം നോക്കിയേ, പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം, മരങ്ങൾ നട്ട് പരിപാലിക്കുക, ജലം പാഴാക്കാതിരിക്കുക, മാലിന്യം വലിച്ചെറിയാതിരിക്കുക. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ നല്ല പൗരന്മാരാകാൻ ചെയ്യേണ്ട 3 കാര്യങ്ങൾ എഴുതുക. ഉത്തരം, മരങ്ങൾ നട്ട് പരിപാലിക്കുക, പരിസരം ശുചിയായി സൂക്ഷിക്കുക, എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും പെരുമാറുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരിക്കും. പ്രവർത്തനം ഒരു വിവരണം തന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് ചോദ്യങ്ങളായിരിക്കും. വളരെ സിമ്പിളാണ്, എഴുതുക കേട്ടോ. രണ്ടാമത്തേത് നോക്കിയേ, പ്രവർത്തനം 2, സംഭാഷണം. പൂന്തോട്ടത്തിലെത്തിയ മിന്നാമിനുങ്ങും കുഞ്ഞു പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതാം. എഴുതിക്കോളൂ. മിന്നാമിനുങ്ങ്, എന്താ ചെയ്യുന്നത്? കുഞ്ഞു പൂമ്പാറ്റ, ഞാൻ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ പോവുകയാണ്. മിന്നാമിനുങ്ങ്, ഞാനും വരട്ടെ. കുഞ്ഞു പൂമ്പാറ്റ, തീർച്ചയായും, നമുക്ക് ഒരുമിച്ച് പോകാം. മിന്നാമിനുങ്ങ്, നമുക്ക് പൂക്കളെ സംരക്ഷിക്കാം. കുഞ്ഞു പൂമ്പാറ്റ, അതെ, പൂക്കളെ സ്നേഹിക്കുകയും പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംഭാഷണം എഴുതി പൂർത്തിയാക്കാം കേട്ടോ. അപ്പോൾ സംഭാഷണം എഴുതുക എന്നുള്ള ചോദ്യം കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാം. അടുത്ത് നോക്കിയേ, പ്രവർത്തനം 3, ഒരു മനോഹരമായ പൂമ്പാറ്റയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. പൂമ്പാറ്റയെക്കുറിച്ച് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. എന്താണോ അത് വിവരിച്ചെഴുതാനാണ് പറയുന്നത്. എഴുതാം. ചിത്രശലഭം മനോഹരമായ ഒരു പ്രാണിയാണ്. ഇതിന് നിറങ്ങളുള്ള മൃദുവായ ചിറകുകളുണ്ട്. പൂക്കളിൽ നിന്ന് തേൻ കുടിച്ചാണിത് ജീവിക്കുന്നത്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്ന് സസ്യങ്ങളുടെ പരാഗണം നടക്കാൻ സഹായിക്കുന്നു. ചിത്രശലഭം പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഉപകാരപ്രദമായ പ്രാണിയാണ്. അടുത്തു നോക്കി, പ്രവർത്തനം 4, ജൈവ വൈവിധ്യം. എക്കോസിസ്റ്റത്തിലെ വ്യത്യസ്ത ജീവികളുടെ പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കുകയും ഇവയുടെ ഏകീകൃത സഹവാസം പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നു. താഴെ കാണുന്ന ചിത്രത്തിൽ കാണിക്കുന്ന ജീവജാലങ്ങളെ ശ്രദ്ധിച്ച് അതിന് വിവരണം എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കി ഈ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ജീവിജാലങ്ങളുടെ പേരെഴുതുക. തവള, ശലഭം, ആമ, അരയന്നം. അടുത്തു നോക്കി ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. ഉത്തരം നോക്കി, കിണർ, കുളം,
തോട്, പുഴ, കടൽ, തടാകം ഇവയെല്ലാം ജലസ്രോതസ്സുകളാണ്. സി ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതുക. എഴുതാൻ പോകുന്നത് കിണറിനെ കുറിച്ചാണ്. എനിക്കറിയാവുന്ന ഒരു ജലസ്രോതസ്സാണ് കിണർ. ഭൂമി കുഴിച്ചുണ്ടാകുന്നതാണ് കിണർ. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങിയാണ് കിണറിൽ വെള്ളം എത്തുന്നത്. കുടിക്കാനും കുളിക്കാനും കൃഷിക്കും കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നു. കിണറുകൾ നമ്മുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സാണ്. അടുത്തു നോക്കിയേ, പ്രവർത്തനം 5 മാന്ത്രിക പേപ്പർ. ജ്യൂസിൽ ചെയ്ത പരീക്ഷണമാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എഴുതാം. പരീക്ഷണത്തിൻ്റെ പേര് ജ്യൂസിലെ മാലിന്യങ്ങൾ വേർതിരിക്കൽ. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗ്ലാസ് ബീക്കർ, പാത്രത്തിൽ വെള്ളം വേണം, കുറച്ച് പഴച്ചാറ്, ജ്യൂസ്, പൾപ്പോട് കൂടിയത്, മൂന്നാമത് ഒരു ചെറിയ കോട്ടൺ തുണിക്കഷ്ണം, 4 ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നൂല്. പരീക്ഷണം എങ്ങനെയാണ് ചെയ്യുന്നത്? തുണിക്കഷ്ണത്തിൻ്റെ നടുവിൽ കുറച്ച് ജ്യൂസ് ഒഴിക്കുക. തുണി 4 വശത്തു നിന്നും ചേർത്ത് ഒരു കിഴി പോലെ റബ്ബർ ബാൻഡ് കൊണ്ട് കെട്ടുക. ബീക്കറിലെ വെള്ളത്തിൽ ഈ കിഴി മുക്കി പതുക്കെ അമർത്തി കഴുകുക. മുകളിലെ വലതുവശത്തെ കള്ളിയിൽ കിഴികൾക്കുള്ളിൽ ബാക്കിയായത് വരച്ചു ചേർക്കാം. എൻ്റെ കണ്ടെത്തൽ എന്താണ് അതിൽ കണ്ടെത്തിയത്? ലോകത്ത് ലയിക്കുന്ന പദാർത്ഥങ്ങളും ലയിക്കാത്ത പദാർത്ഥങ്ങളുമുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അരിച്ചെടുക്കൽ വഴി ലയിക്കാത്ത മാലിന്യങ്ങളെ വേർതിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? നിറം നൽകി അല്ലേ? മനോഹരമായൊരു ചിത്രത്തിന് നിറം കൊടുത്തു. പിന്നെ എന്താ ചെയ്തത്? വിവരണം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കണ്ടെത്തി എഴുതി. അത് കഴിഞ്ഞിട്ടോ സംഭാഷണം എഴുതി, പിന്നെ വിവരണം തയ്യാറാക്കാൻ ചോദിച്ചു. അങ്ങനെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂട്ടുകാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. വളരെ സിമ്പിളായ 5 പ്രവർത്തനങ്ങളായിരിക്കും കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കുക.